മൂന്നാമത്തെ പോയിന്റ് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ സെൽഫ് ലവിൽ നിന്ന് തുടങ്ങുക എന്നുള്ളതാണ്. നിങ്ങൾ വെള്ളം കുടിച്ച് തുടങ്ങുക, ചെറിയ എക്സസൈസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ മോർണിംഗ് പ്രയേഴ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് ചെയ്യുക. റുട്ടീനായിട്ട് തന്നെ നിങ്ങൾ ജേർണലോ കാര്യങ്ങളോ എഴുതി തുടങ്ങുക. രാവിലെ എഴുന്നേറ്റുടനെ അറ്റ്ലീസ്റ്റ് ഒരു 5 കാര്യത്തിനെങ്കിലും നന്ദി പറഞ്ഞ് ശീലിക്കുക കേട്ടോ. അതേപോലെ ഒരു അഞ്ച് കാര്യങ്ങളെങ്കിലും പുറത്തു കൊടുക്കുക. നിങ്ങളോട് തന്നെ പുറത്തു കൊടുക്കുക. അതുപോലെ നിങ്ങളോട് ആരെങ്കിലും മോശമായിട്ട് പെരുമാറുക അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ആരോടെങ്കിലും ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ പുറത്തു കൊടുക്കുക. നിങ്ങളുടെ സൃഷ്ടാവിനോട് നിങ്ങൾ പൊറുക്കലിനെ തേടിക്കൊണ്ട് നിങ്ങളുടെ ദിവസം സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അടുത്ത പോയിന്റാണ് ബെഡ് മേക്ക് ചെയ്യുക എന്നുള്ളത്. കുഞ്ഞുനാൾ മുതലേ നമ്മുടെ കുട്ടികളെയൊക്കെ ബെഡ് മേക്ക് ചെയ്ത് ശീലിപ്പിക്കണമെന്ന് പറയാറുണ്ട് അല്ലേ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടനെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒറ്റൊരു പണിയാണ് ബെഡ് മടക്കി വെക്കുക അല്ലെങ്കിൽ ബെഡ് വൃത്തിയാക്കി വെക്കുക എന്നുള്ളത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ ബെഡ് മേക്ക് ചെയ്തിട്ട് നീക്കുന്ന സമയത്ത് നമുക്ക് തന്നെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ വീടൊക്കെ ക്ലീൻ ആക്കി വെക്കണം, അല്ലെങ്കിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം എന്നുള്ളൊരു തോട്ട് ഇൻഡയറക്റ്റ്ലി നമ്മുടെ ബ്രെയിനിന് ഫീഡ് ചെയ്യുന്നുണ്ട്. അതേ